സിസ്റ്റർ ഫോൺ എടുക്കാത്ത എന്താ? പോയ കാര്യം എന്തായി? ഗൗതമിനെ കണ്ടോ? ഇല്ല, ഗൗതമിനെ കണ്ടില്ല. അയ്യോ, അവനെ കണ്ടില്ലേ? പിന്നെ നിധി എന്തിനാ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? ആ നിർമ്മല ഓഫീസിൽ ചെന്ന് അവനെ കാണും. അമ്മ പേടിക്കാതിരിക്കെ. നിഖില് നിർമ്മല ആന്റിയെ വഴിയിൽ വെച്ച് തടഞ്ഞു. ഞാൻ ആന്റിയുമായി ഫോണിൽ സംസാരിച്ചു. ഒരു വിധത്തില് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഈശ്വര, ഇപ്പോഴെനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. ഈ നിർമ്മല എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എനിക്ക് പേടി തോന്നുക. ഇന്നൊരു ദിവസം അവളെ തടയാൻ പറ്റിയെന്ന് കരുതി എന്നും നമുക്ക് അവളെ തടയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇപ്പൊ തന്നെ നീ നിർമ്മല എന്തു പറഞ്ഞാ മടക്കി അയച്ചെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തൽക്കാലത്തേക്ക് സമാധാനിക്കാൻ പറഞ്ഞു കാണും. വീട്ടിൽ ചെന്ന് അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഗൗതമിനോട് എല്ലാം തുറന്നു പറഞ്ഞോളാം എന്ന് തന്നെയല്ലേ നീ നിർമ്മലയോട് പറഞ്ഞത്? എനിക്കറിയാം, അതല്ലാതെ വേറെ എന്തു പറഞ്ഞാലും നിർമ്മല അടങ്ങില്ലെന്ന്. അവൾ ഇനി സത്യം ഗൗതമിനെ അറിയിക്കാനുള്ള ഓരോ വഴികളും നോക്കിക്കൊണ്ടിരിക്കും. നിധി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. അതിനെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? ഗോപിയേട്ടനോട് പറഞ്ഞ് എത്ര പണം വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരാം. സ്വത്ത് വേണോ അതോ ഭൂമി വേണോ, എന്താന്ന് വെച്ചാൽ അത് വാങ്ങിച്ചു കൊടുക്കാം. നീ അവളെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കേ. എന്നിട്ട് ദൂരെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകാൻ പറ അവളോട്. അമ്മായിയമ്മയും മരുമോളും ആണെന്നൊന്നും നോക്കണ്ട. നീ എന്നെ ഒന്ന് രക്ഷിക്കുന്നിധി. അതിനുവേണ്ടി ഞാൻ നിന്റെ കാല് വേണേ പിടിക്കാൻ. എന്തിനമ്മ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പറ്റില്ല എനിക്ക്. എന്റെ മോൻ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്റെ പൊന്നു മോളല്ലേ, അവളെ എങ്ങോട്ടെങ്കിലും ഒന്ന് പറഞ്ഞു വിട്. വസുന്ധരാന്റി വരുന്നുണ്ട്. കണ്ണു തുടക്കേ. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ചെയ്യേ. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. എത്ര നേരമായി ഞാൻ ഏട്ടത്തിയെ വിളിക്കുന്നു. എന്താ? എനിക്ക് കുടിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണം. ഞാൻ എടുത്തു തരാം. ദേ, അമ്മായിയമ്മയും മരുമോളും കൂടി എന്തോ ഗൂഢാലോചനയിലായിരുന്നെന്ന് തോന്നല്ലോ. എന്നെ കണ്ടതും സംഭാഷണം നിർത്തി ഏട്ടത്തി അകത്തേക്ക് പോയതാന്ന് എനിക്ക് മനസ്സിലായി. അതെല്ലോ, അത് തന്നെയാണ് സത്യം. ഞങ്ങള് ഒരു ഗൂഢാലോചന നടത്തുമായിരുന്നു. വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം. അപ്പോഴാ അകത്ത് നിന്ന് മാഡത്തിന്റെ വിളി വന്നത്. അതുകൊണ്ട് ആ സബ്ജക്റ്റ് ഞങ്ങൾ അവിടെ വെച്ച് നിർത്തി. എന്തുപറ്റി? സാധാരണ അവിടെ ഇവിടെയൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നതാണല്ലോ ശീലം. ഇന്ന് അബദ്ധം പറ്റിയ ഏട്ടത്തിൽ നിന്ന് വിളിച്ചു പോയതായിരിക്കുമല്ലോ. ഒരുപാടങ്ങ് നെകളിക്കല്ലേ നീ. അതെ, അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഒരുപാടങ്ങ് അഹങ്കരിക്കരുത്. ഒളിഞ്ഞു നോട്ടവും തന്ത്രം മെനയിലും തകർക്കാൻ നോക്കലുമായി മുന്നോട്ട് പോവാനാണ് ഉദ്ദേശമെങ്കിൽ നേരത്തെ ഒരു വാടക വീടെടുത്ത് താമസം തുടങ്ങിയായിരുന്നല്ലോ. ആ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും. ഓർത്തോ? ഓരോ ദിവസവും കൂടുന്തോറും ഇവളുടെ അഹങ്കാരം കൂടിക്കൂടി വരികയാണല്ലോ. ഏട്ടത്തെ വീണ്ടും ഇവള് കയ്യിലെടുത്തു. ഇനി ഇത് ശരിയാവില്ല. ഇവളെ ഒതുക്കണമെങ്കിൽ ശിവാനി ഇവിടേക്ക് തിരിച്ചു വന്നേ പറ്റൂ. ശിവാനി ഇങ്ങോട്ട് കൊണ്ടുവരണം. വാ പ്രണവേ, നമുക്ക് പോ. ഇനി 1000 വട്ടം കൂടി നീ എന്നെ നേരിട്ട് കണ്ട് ചോദിച്ചാലും ഈ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് ബോധ്യമായിട്ടില്ല. ദേ, നയാ പൈസ എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ശിവാനി. നോക്ക് ശിവാനി, നീ ചോദിച്ച ഞാൻ എന്റെ കിഡ്നി വേണമെങ്കിലും തരും.
പക്ഷെ ഈ വീട് വിൽക്കുന്ന കാര്യം നീ ചിന്തിക്കേ വേണ്ട, നടക്കില്ല. ഒരു ഫോണും കൊണ്ടോണ്ടിരിക്കുന്നു. തോന്നിയസം കാണിക്കുന്നു. കൊന്നുകളയും നിന്നെ ഞാൻ. തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. ചാവുന്നവരിരുന്ന് തല്ല്. ആർക്കാണെങ്കിലും എടുത്തിട്ട് കൊട്ടാവുന്ന ചെണ്ടയാണല്ലോ ഞാൻ. തോറ്റുപോയവളാണല്ലോ ഞാൻ. ചുറ്റ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നുള്ള അഹങ്കാരമായിരുന്നു. CKC അങ്കിള്, വസുന്ധര ആന്റി, അമ്മ. ഇപ്പൊ എനിക്ക് ആരുമില്ല. ആ വക്കീലിന് കൊടുക്കാൻ വേണ്ടി 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഞാൻ ആരുടെ കമ്പനിയിലെ കൈ നീട്ടി. CKC അങ്കിള് തന്നില്ല. വസുന്ധര ആന്റി കളിയാക്കി പറഞ്ഞു വിട്ടു. എന്തിന് എന്റെ പെറ്റമ്മയെ നിങ്ങളോട് ഞാൻ ഈ വീട് വിൽക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ നിങ്ങൾ കൈമലർത്തി കാണിച്ചില്ലേ? ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഞാൻ പൂർണ്ണമായിട്ട് തോറ്റു തറ പറ്റി. ഇനി എന്റെ ജന്മം മുഴുവൻ കരച്ചില്ല. കരയാൻ മാത്രം വിധിക്കപ്പെട്ടവളാ ഞാൻ. എന്റെ കഴുത്തിലെ താലിച്ചരട് പൊട്ടിക്കണമെന്നാണല്ലോ നിധി ആഗ്രഹിച്ചത്. അതവള് സാധിച്ചെടുത്തു. അവള് ജയിച്ചു. അവളുടെ മുന്നിൽ മുട്ടുകുത്തി പരാജയം ഞാൻ സമ്മതിച്ചു. ഞാൻ തോറ്റു നിധിയുടെ മുന്നില്. നിധിയുടെ മുന്നിൽ തോറ്റു തൊപ്പിയിട്ട് ഇങ്ങനെ വന്ന് നിന്ന് കരയാനാണോടി നിന്നെ ഞാൻ വളർത്തിക്കൊണ്ടു വന്നേ? ഇനി ഇങ്ങനെ പറഞ്ഞ നിനക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നോർത്ത് കരയേണ്ടി വരൂല. നിന്നെ കൊല്ലാൻ പോകുന്നത് ഞാനായിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ ഞാനും അങ്ങ് ആത്മഹത്യ ചെയ്യും. സോയോ ഒന്ന് ആലോചിച്ച് നോക്ക് നീ. എന്തുകൊണ്ടാണ് നിധിയുടെ മുന്നിൽ നിരന്തരം നിനക്ക് തോൽക്കേണ്ടി വരുന്നേന്ന്? എടി, വ്യക്തിത്വം വേണം. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നിനക്ക്? ശിവാനി എന്ന പേര് പോലെ നിനക്ക് സ്വന്തമായിട്ടുണ്ടോ? നാട്ടിലിറങ്ങിയ നിധിയുടെ അനിയത്തി എന്നല്ലാതെ ആൾക്കാർ വേറെ എന്തെങ്കിലും പറയോ നിന്നെ കുറിച്ച്? ഞാൻ നിധിയുടെ അമ്മാവന്റെ ഭാര്യ, അല്ലാതെ ശിവാനിയുടെ അമ്മ എന്നും പറഞ്ഞ് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാക്കി തരാൻ നിന്നെ കൊണ്ട് ഇതുവരെ പറ്റിയോ? ഇല്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ, നീ തോറ്റുപോയി. സമ്പൂർണ്ണ പരാജയത്തിലേക്കാ നീ പൊയ്ക്കൊണ്ടിരിക്കുന്നെ. അങ്ങനെ ഒരു മോളെ എനിക്ക് ആവശ്യമില്ല. എന്റെ കൈകൊണ്ട് തീരാതെ എവിടെയെങ്കിലും പോയി ചാവ്. സ്വന്തമായി ഒരു മേൽവിലാസമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വിഷം വാങ്ങാനുള്ള പണം വേണമെങ്കിൽ എന്നോട് ചോദിക്കേ, ഞാൻ തരാം.